UDF-ന്റെ പരാതി ഇനിയിപ്പം ഏത് ഫോറത്തിലാണ് അറിയിക്കുന്നത്? ഇലക്ഷൻ കമ്മീഷന് ഞങ്ങൾ പരാതി കൊടുക്കും. ഞങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റിനോട് പറയാനുള്ളത് ഈ കലക്ടർ പേരിൽ നടപടിയെടുക്കണം. നമസ്കാരം. ജനാധിപത്യം എന്നത് ഒരു വാക്കല്ല, അത് നമ്മുടെ വിശ്വാസമാണ്. ആ വിശ്വാസത്തിൻ്റെ ഏറ്റവും പവിത്രമായ ഇടങ്ങളിലൊന്നാണ് സ്ട്രോങ് റൂം. ജനങ്ങൾ വരിയിൽ നിന്നും ചൂടിലും മഴയിലും രേഖപ്പെടുത്തിയ ഓരോ വോട്ടും അത് സൂക്ഷിക്കുന്നത് ഈ മുറികളിലാണ്. അതുകൊണ്ട് തന്നെ ഈ മുറികളുടെ പൂട്ടുകൾ വെറും ഇരുമ്പ് പൂട്ടുകളല്ല, അത് ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ പൂട്ടുകളാണ്. പക്ഷേ ഇന്നലെ മലപ്പുറം ജില്ലയിൽ ഉയർന്ന ഒരു വാർത്ത ആ വിശ്വാസത്തിൻ്റെ പൂട്ടുകൾക്കുള്ളിൽ സംശയത്തിൻ്റെ ഒരു ചെറിയ ചിറകുവീശൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. വോട്ടെടുപ്പിന് ശേഷം സ്ട്രോങ് റൂം തുറക്കാൻ ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകിയെന്ന വാർത്ത. ഇത് ഒരു സാധാരണ വാർത്തയല്ല, ഇത് ഒരു വലിയ ചോദ്യമാണ്. ആദ്യം നമുക്ക് മനസ്സിലാക്കാം എന്താണ് സ്ട്രോങ് റൂം. ഇത് ഒരു സാധാരണ മുറിയല്ല, ഇത് ഒരു സുരക്ഷാ കോട്ടയാണ്. ഇരട്ട പൂട്ടുകൾ, 24 മണിക്കൂർ കേന്ദ്രസേനയുടെ കാവൽ, ലൈവ് CCTV നിരീക്ഷണം. ഇത്രയും സുരക്ഷ എന്തിനാണ്? കാരണം അവിടെ സൂക്ഷിക്കുന്നത് വെറും യന്ത്രങ്ങളല്ല, ജനങ്ങളുടെ ഭാവി തീരുമാനിക്കുന്ന വോട്ടുകളാണ്. ഇവിടെ നമുക്ക് വികാരമല്ല, നിയമം സംസാരിക്കണം. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമപ്രകാരം വോട്ടെണ്ണൽ ദിവസം വരെയോ അല്ലെങ്കിൽ വോട്ട് എണ്ണിക്കഴിഞ്ഞ് അടുത്ത 45 ദിവസം വരെയോ സ്ട്രോങ് റൂം തുറക്കാൻ പാടില്ല. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം സ്ട്രോങ് റൂം തുറക്കാം. അതിന് 1 കോടതിയുടെ ഉത്തരവ്, 2 തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുമതി, 3 സാങ്കേതിക പരിശോധനകൾ. പക്ഷെ ഒരു കാര്യം മറക്കരുത്, ഇതൊക്കെയാണെങ്കിലും ഇതിനൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ സാന്നിധ്യം അത്യാവശ്യമാണ്. ഇപ്പോൾ പ്രധാന ചോദ്യത്തിലേക്ക് വരാം. മലപ്പുറത്ത് നടന്നത് എന്താണ്? എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നോട്ടീസ് നൽകിയിരുന്നു. ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരങ്ങളില്ലാത്തപ്പോൾ സംശയങ്ങൾ സ്വാഭാവികമാണ്. ജനാധിപത്യത്തിൽ ഏറ്റവും അപകടകരമായത് എന്താണെന്ന് അറിയാമോ? സംശയം. ഒരു സംശയം മതി ഒരു തിരഞ്ഞെടുപ്പിൻ്റെ വിശ്വാസം തകർന്നു പോകാൻ. ഇവിടെ ഒരു വലിയ ചോദ്യമുണ്ട്. എന്തുകൊണ്ട് ഈ സംഭവത്തിനൊരു സുതാര്യത ഉണ്ടായില്ല? സുതാര്യത ഉണ്ടെങ്കിൽ സംശയമുണ്ടാവില്ല, സംശയമില്ലെങ്കിൽ വിവാദവും ഉണ്ടാവില്ല. സംസ്ഥാന ഗവൺമെന്റ് ഇങ്ങനെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ? കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലേ ഈ സംഭവം? ഒരു ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കുകയാണ്. ഞങ്ങൾ ഇനി സ്ട്രോങ് റൂമിന് കാവൽ കിടക്കേണ്ടി വരുമോ? എത്ര പ്രയാസപ്പെട്ട് എത്ര ത്യാഗം ഈ വോട്ടർമാർ ചെയ്ത വോട്ട് കലക്ടർ രാവിലെ തുറക്കുക, വൈകുന്നേരത്ത് പൂട്ടുക. ഇതെന്താ? സ്വന്തം വീട്ടിലെ അളമാറയാണോ? അതുകൊണ്ട് ശക്തമായ നടപടി വേണം, ശക്തമായ സമരപരിപാടികളെ മുന്നോട്ട് പോകും. UDF ഈ കാര്യത്തിൽ ബന്ധപ്പെട്ടിരുന്നു നേതാക്കളെ? ഇല്ല. ആരെ? നേതൃത്വം കലക്ടറെ ബന്ധപ്പെട്ടിരുന്നു, പലരും വിളിച്ചിട്ടുണ്ട്. ഇനി ഈ വിഷയത്തിൽ ഇപ്പം അത് പിന്നോട്ട് പോയിട്ടുണ്ട്, അങ്ങനെ ഒരു തീരുമാനം വേണ്ട എന്ന് ROമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉണ്ട്. ഇപ്പം രണ്ടാമത് നിർദ്ദേശം വിവാദമായപ്പോൾ കലക്ടർ PN പറയുന്നു പലരും വിളിച്ചപ്പോൾ ഞങ്ങളത് പിൻവലിച്ചു. അപ്പോൾ ഇവർക്ക് തോന്നുമ്പോൾ പിൻവലിക്കാനും തുറക്കാനും പൂട്ടാനുമാണത്. എന്താ മലപ്പുറം ജില്ലയോട് ഇത്ര വലിയ വിരോധം? അവർക്കറിയാം ഞങ്ങൾക്ക് 16-ൽ 16 കിട്ടുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്.